അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, ശ്രീ മുജീബ് റഹ്മാൻ പറഞ്ഞതിൽ നിന്നും അതുപോലെ വാണിമേൽ പറഞ്ഞതിൽ നിന്നും എന്താണ് മനസ്സിലാക്കുന്നത്? ഇത് പൊളിറ്റിക്കലി അല്ലാതെ എങ്ങനെ കൈകാര്യം ചെയ്യും? കാരണം നേരത്തെ അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ്, അത് ഫിലിപ്പ് ചൂണ്ടിക്കാണിച്ചാണ്, കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് മലപ്പുറത്തായിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഇംഗിതത്തിനനുസരിച്ചല്ലേ ഇനി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഇനി വഖഫ് ബോർഡിൻ്റെ തലപ്പത്ത് UDF നിശ്ചയിക്കുന്ന ആളാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആരുടെ കൂടെ നിൽക്കുമെന്നറിയാലോ. മുനമ്പത്തെ ജനതയോടൊപ്പം നിൽക്കുമോ അതോ വഖഫ് ബോർഡിനോടൊപ്പം നിൽക്കുമോ ഈ സർക്കാർ? ഇപ്പോൾ ഈ നിയമപരമായിട്ട് ഞങ്ങൾ നേരിടും, ഞങ്ങൾ എന്തായാലും അവർക്ക് സംരക്ഷണം, ഇതൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? അതിനുശേഷം അവിടെ എത്രയോ വെള്ളം ഒഴുകിപ്പോയി. ഇപ്പോഴും അത് പറയുകയാണ്, ഞങ്ങൾ മനുഷ്യത്വപരമായിട്ടുള്ള ഇടപെടലുകളെ നടത്തൂ, അവിടുത്തെ ജനതയുടെ പൂർണ്ണമായിട്ടുള്ള സംരക്ഷണം ഞങ്ങൾ ഉറപ്പുവരുത്തും, അവർക്ക് ഒരു തുണ്ട് ഭൂമി നഷ്ടപ്പെടില്ല. ഇതൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇതിനൊരു അവസാനം വേണ്ട, ഒരു തീർപ്പ് കൽപ്പിക്കണ്ടേ? അവിടെയാണ് VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞത് മുനമ്പത്തെ ജനത സാഗൂതം ശ്രവിച്ചത്. അതായത് ഞാൻ അധികാരത്തിലെത്തിയാൽ, UDF സർക്കാർ അധികാരത്തിലെത്തിയ 10 മിനിറ്റിനുള്ളിൽ ഈ പ്രശ്നം പരിഹരിക്കുമെന്ന്. ഇപ്പോൾ അദ്ദേഹം പറയാണ് 8ൻ്റെ പണി എന്നിട്ടാണ് പോയതെന്ന്. വീണ്ടും അനിശ്ചിതത്വം തുടരുന്നു. ഇതിനെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും? മറ്റൊരു കാര്യം, ഈ ഉമീദ് പോർട്ടൽ കേന്ദ്ര സർക്കാരിൻ്റെ സംവിധാനമാണ്. ആ ഉമീദ് പോർട്ടലിൽ യഥാർത്ഥ രേഖകളല്ലാതെ വ്യാജരേഖകൾ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് മുജീബ് റഹ്മാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു വലിയ പരിശോധന നടത്തില്ലേ കേന്ദ്ര സർക്കാർ? ഇതില് ഞാൻ മനസ്സിലാക്കിയ ഇന്നിപ്പോ ഇവിടെ നടന്ന ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ പറയാം. ഒന്ന്, വഖഫ് ആക്ട്, അതായത് 1994 വഖഫ് ആക്ട് ആണ് നമ്മുടെ നാട്ടിൽ കുറെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത്. പക്ഷേ ആ വഖഫ് ആക്ട് 1994 വഖഫ് ആക്ട് മുനമ്പത്ത് ബാധകമല്ല. അത് ആ ആക്ട് റിപ്പീൽ ചെയ്ത് പോയി, റദ്ദാക്കപ്പെട്ടു. എങ്കിലും ഞാൻ പറയാം അത് ബാധകമല്ല. കാരണം 1950 ഇവർ ഈ പറയുന്ന രജിസ്ട്രേഷൻ, അതായത് സിദ്ദിഖ് സേട്ടിന്റെ ഈ രജിസ്ട്രേഷൻ ഫറൂഖ് കോളേജിന്റെ നടത്തിയിട്ടുള്ളത്. അപ്പൊ അത് 1950 ആ രജിസ്ട്രേഷന്റെ ആ ആധാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വഖഫ് ബോർഡ് അല്ലെങ്കിൽ ഇത് വഖഫ് ഭൂമിയാന്ന് പറയുന്നത്. ആ വാദത്തോട് ഫറൂഖ് കോളേജ് അംഗീകരിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തോട്ടെ, ഏതായാലും 50 രജിസ്ട്രേഷൻ പ്രകാരമുള്ള ആധാരമായതുകൊണ്ട് അതിൽ 94 നിയമം ബാധകമല്ല. 94 നിയമം പോവുകയും ചെയ്യും. 2, ഇവിടെ പറഞ്ഞു 1967 സബ് കോടതി വിധിയിൽ ഇത് വഖഫ് ഭൂമിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 1967 കോടതി വിധി ഫറൂഖ് കോളേജും അവിടുത്തെ കുടികിടപ്പുകാരും തമ്മിലുള്ള കേസായിരുന്നു. അതിൽ വഖഫ് എന്ന വിഷയം വന്നിട്ടില്ല. കാരണം ഫറൂഖ് കോളേജിന് അത് വഖഫാന്നുള്ള വാദമില്ല. അത് അവർക്ക് ട്രസ്റ്റിന് വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ നടത്താൻ വേണ്ടി സേട്ട് കൊടുത്ത ഒരു ദാനമാണ്. അവരുടെ വാദപ്രകാരം അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അതുകൊണ്ടാണ് പിന്നീട് അവർ വിറ്റ് പൈസയാക്കി ആ പൈസക്ക് ഇവിടുത്തെ ഫറൂഖ് കോളേജിൽ ഡെവലപ്മെന്റ് നടത്തിയത്. അതുകൊണ്ടാണ് അവർ ഇന്ന് പറയുന്നത് ഞങ്ങൾ ആ ദാനത്തിലെ കണ്ടീഷൻ ഞങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഈ ഭൂമി ഉപയോഗിച്ചത്, ഞങ്ങൾ അത് വിറ്റ് ആ പൈസക്ക് ഇവിടുത്തെ ഫറൂഖ് കോളേജ് ഡെവലപ്മെന്റ് നടത്തിയത്. കാരണം ആ ദാനത്തിൽ ഒരു ക്ലോസ് ഉണ്ട്. എന്താ അറിയോ, ഈ ഭൂമി വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചു വരും. അപ്പോ അങ്ങനെ ഒരു ക്ലോസ് ഉണ്ട് അതിൽ. ആ ക്ലോസ് രക്ഷപ്പെടാൻ വേണ്ടി ഫറൂഖ് കോളേജ് എടുക്കാതെ ആ ട്രസ്റ്റ് എടുക്കുന്ന വാദം എന്താ, ഞങ്ങൾ അതിന് തന്നെയാണ് ഉപയോഗിച്ചതെന്നാണ്. അപ്പൊ അവിടെ നിൽക്കട്ടെ. ഏതായാലും 67 കോടതി വിധി ഉണ്ടെന്ന് കൂട്ടുക. ഈ വാദത്തിന് വേണ്ടി സമ്മതിക്കുക. 67 അങ്ങനെ ഒരു കോടതി വിധി ഉണ്ടെന്ന് കൂട്ടുക. അത് വഖഫ് ഭൂമിയാണ്. പിന്നെ എന്തിനാണ് നികുതി സ്വീകരിച്ചത്? എന്തടിസ്ഥാനത്തിലാണ് നികുതി സ്വീകരിച്ചത്? കേരളത്തിലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് 1967 സബ് കോടതിയുടെ ഒരു അന്തിമ വിധി ഉണ്ടെന്ന് കൂട്ടുക, ഇത് വഖഫ് ഭൂമിയാണെന്ന്. അങ്ങനെയാണെങ്കിൽ ആ വിധി ഇന്ന് വരെ റദ്ദാക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ആ വിധി റദ്ദാക്കപ്പെട്ടിട്ടില്ല. ഇപ്പം നടക്കുന്ന തർക്കം വേറെയാണ്. അപ്പോൾ എന്തിന് നികുതി സ്വീകരിച്ചു? നികുതി സ്വീകരിച്ചിട്ടില്ല. 94 നിയമപ്രകാരം ഈ ഭൂമിയിൽ ഒരു നടപടിയും പറ്റൂല. കാരണം എന്താ, സെക്ഷൻ 40 ഒന്നും പറ്റൂല. കാരണം 94 ആക്ട് വരുന്നതിന് മുന്നുള്ള രജിസ്ട്രേഷനാണ്. അന്നത്തെ ആക്ട് പ്രകാരം ചെയ്യണം.
267 കോടതി വിധി കുടികിടപ്പുകാരും ഫറൂഖ് കോളേജുകാരും തമ്മിലുള്ള തർക്കമാണ്. 3 അങ്ങനെ ഒരു കോടതി വിധി ഉണ്ടെന്ന് കൂട്ടാം. ഏത് വഖഫ് ഭൂമിയാണ്, അങ്ങനെയാണ് എങ്ങനെ നികുതി സ്വീകരിക്കും? ഒരിക്കലും നികുതി സ്വീകരിക്കൂല. കാരണം അത് സ്റ്റേ ചെയ്തിട്ടില്ല, അത് റദ്ദാക്കിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. റദ്ദാക്കപ്പെടാത്ത, സ്റ്റേ ചെയ്യപ്പെടാത്ത ഒരു വിധി നിലനിൽക്കെ എങ്ങനെ നികുതി സ്വീകരിക്കും? അപ്പൊ നികുതി സ്വീകരിച്ചു. അപ്പൊ നികുതി സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരുടെ റവന്യൂ ആധാരം, ഇവർക്ക് ഫറൂഖ് കോളേജിൽ നിന്ന് വാങ്ങിയതാണ് പലരും. ആ ആധാരം യഥാർത്ഥ രജിസ്ട്രേഷൻ നടത്തിയതാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നികുതി സ്വീകരിച്ചത്. ഇന്നും ആ നികുതി സ്വീകരിക്കുന്നതിന് തടസ്സമില്ല. കാരണം എനിക്ക് കിട്ടിയ റിപ്പോർട്ട് ഇപ്പൊ ആരെങ്കിലും നികുതി അടയ്ക്കാൻ ബാക്കിയുണ്ട്. ഇപ്പൊ April 1-നാണല്ലോ പുതിയ സാമ്പത്തിക വർഷത്തെ നികുതി തുടങ്ങുക. ഇന്ന് ആരെങ്കിലും നികുതി അടയ്ക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് വെച്ചാൽ നാളെ രാവിലെ പോയാൽ നികുതി സ്വീകരിക്കും. പോക്കുവരവ് നടത്താനുള്ള അപേക്ഷ അവിടെ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അത് 67 വിധി വഖഫ് ഭൂമിയാന്ന് പ്രഖ്യാപിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. ആണെങ്കിൽ ഇങ്ങനെ ചെയ്യൂല. പിന്നെ കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലിൽ കേസുണ്ട്. CM രാമചന്ദ്രൻ, ജസ്റ്റിസ് രാമചന്ദ്രനെ കമ്മീഷനായി വെച്ചതിനെതിരെയുള്ള കേസ് ഹൈക്കോടതിയിലെത്തിയപ്പോൾ ഹൈക്കോടതി അതിലൊരു പരാമർശം നടത്തി. ആ പരാമർശം സുപ്രീം കോടതിയിലെത്തിയപ്പോൾ സുപ്രീം കോടതി സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞു. ഇപ്പൊ സ്റ്റാറ്റസ് കോ എന്താ വെച്ചാൽ നികുതി വാങ്ങുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് അപ്പൊ ഞാനതാ പറയുന്നത്, ഇത് നിയമപ്രകാരം പരിഹരിക്കണമെങ്കിൽ ഈ പറഞ്ഞ 10 മിനിറ്റ് കൊണ്ടൊക്കെ പരിഹരിക്കണമെങ്കിൽ കേട്ടോ. അല്ലാണ്ട് കാലതാമസം വന്നിട്ടുള്ള ഏതോ കാലം സുപ്രീം കോടതിയിൽ പോയിട്ട് പരിഹരിക്കുകയാണെങ്കിൽ ഓക്കെ. അതല്ലാതെ 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. സെക്ഷൻ 97 ഉപയോഗിക്കണം. സതീശന്റെ ആ പ്രസംഗം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിലെന്താ പറയുന്നത്? 10 മിനിറ്റ് മതി എന്ന് പറയുന്നതിന് അദ്ദേഹം ഒരു കാരണം പറയുന്നുണ്ട്. അത് സെക്ഷൻ 97 പ്രകാരം ഞങ്ങൾക്കൊരു നിർദ്ദേശം കൊടുക്കാം, അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള സമയമാണ് ഞാൻ സൂചിപ്പിക്കുന്നതെന്നാണ് സതീശൻ പറഞ്ഞത്. അത് മുഖ്യമന്ത്രി ആവുന്നതിന് മുന്നേ. ഇപ്പൊ പറയുന്നത് ഇവര് പോർട്ടൽ രജിസ്റ്റർ ചെയ്തതിനെ കൊണ്ടാണ്. ശരി, ഇപ്പൊ തർക്കം പോർട്ടൽ രജിസ്ട്രേഷൻ സംബന്ധിച്ചാണ്. അതിലിപ്പോ അഭിപ്രായം പറയാൻ പറ്റൂല. കാരണം എന്താ? അത് പരിശോധിക്കേണ്ട അധികാരം കേന്ദ്ര സർക്കാരിനാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന്റെ പരിശോധന ഇനിയിപ്പോ നടക്കുമെന്നാണ്. അപ്പൊ ഇത് നടക്കുമ്പോഴാണ് അതിന്റെ സത്യാവസ്ഥ പുറത്തു വരിക. ഏതായാലും 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കുമെന്ന് പറഞ്ഞവർക്ക് 10 കൊല്ലം കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിനുത്തരവാദി ആരാണ്? ഇടതുപക്ഷം നിയമിച്ച വഖഫ് ബോർഡാണെന്ന് പറയുന്നെങ്കിൽ അതേ ഇടതുപക്ഷം ഭരിക്കുമ്പോഴല്ലേ ഏതായാലും കഴിഞ്ഞ വർഷം, അതിന്റെ മുന്നത്തെ വർഷം ഈ നികുതി സ്വീകരിക്കൽ തുടങ്ങിയത്. കഴിഞ്ഞ ഞാൻ മനസ്സിലാക്കുന്നത് 24, 25-ലോ 25-26-ലോ ആണ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അതുവരെ ഇത് വാങ്ങിച്ചിരുന്നില്ല. അപ്പോഴാണല്ലോ ഇവർക്ക് പണയം വെക്കാനോ വിൽക്കാനോ ഭാഗം ചെയ്യാനൊന്നും പറ്റാതിരുന്നത്. ഏതായാലും പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കെയാണ് വർഷങ്ങളായി നികുതി സ്വീകരിക്കാത്ത ആ തീരുമാനം അവസാനിപ്പിച്ച് നികുതി സ്വീകരിക്കാൻ തുടങ്ങിയത്. അതേ പിണറായി വിജയന്റെ വഖഫ് ബോർഡാണോ ഇപ്പൊ രജിസ്ട്രേഷൻ നടത്തിയത്, ഈ പോർട്ടൽ രജിസ്ട്രേഷൻ? അപ്പൊ എന്താ ഇപ്പൊ പിണറായി വിജയൻ ഗവൺമെന്റ് ചെയ്തത്? ഒരു കൈ കൊണ്ട് പോറ്റുകയും മറ്റേ കൈ കൊണ്ട് കൊല്ലുക ചെയ്ത്. അപ്പോ ഇവിടെ നടന്നത് വഖഫിലെ മുനമ്പത്തെ നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, ഈ കേരള ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടാവാത്ത ചതിയാണ് നടന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് പിണറായി വിജയൻ ഗവൺമെന്റ് അവരത് നടത്തിയിട്ടാണ് പോയത്. ഇനി അതെങ്ങനെ പരിഹരിക്കും UDF സർക്കാർ എന്നുള്ളത് കണ്ട് മനസ്സിലാക്കണം. ഏതായാലും 10 മിനിറ്റ് ഒക്കെ അവിടെ നിൽക്കട്ടെ. നമുക്കൊരു 10 മാസം കൊണ്ട് നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഇത് സുപ്രീം കോടതിയിലെ തീരുള്ളൂ. അതിന് ഒരു 25 വർഷം നമുക്ക് കാത്തിരിക്കേണ്ടി വരുമോ എന്നുള്ള ഭയം എനിക്കുണ്ട് എന്ന് മാത്രമേ പറയാൻ.